ഓം ശ്രീ സായിറാം. അധ്യായം 13. ബാബയുടെ ചികിത്സ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. അർത്ഥവത്തായ കൊച്ചു കൊച്ചു വാക്കുകൾ. അവ അഗാധവും ശക്തവും കുറിക്കൊള്ളുന്നതുമായിരുന്നു. അങ്ങനെയേ സായീശ്വരൻ സംസാരിക്കാറുള്ളൂ. ദുസ്തരമായ മായയെക്കുറിച്ച് സായി ഒരിക്കൽ അരുളിയതിങ്ങനെ: എനിക്ക് ഭാര്യയോ ഗൃഹമോ ഇല്ല. എല്ലാം ത്യജിച്ച് ഇവിടെ ഒരിടത്ത് വെറുതെ ഇരിക്കുന്നു. എന്നിട്ടും മായ എന്നെ അലട്ടുകയാണ്. എനിക്കെന്നെ മറക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ മായയെ മറക്കാനാകുന്നില്ല. അവൾ എന്നെ എപ്പോഴും വലയം ചെയ്യുകയാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും ഇവൾ വലച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലുള്ള സാധുവിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇതിനൊന്നേ മാർഗമുള്ളൂ: ഭഗവാനെ അഭയം പ്രാപിക്കുക, തിരുനാമം സദാ ജപിക്കുക. അപ്പോൾ അവളിൽ നിന്നും മോചനം നേടാം. ശ്രീകൃഷ്ണൻ തൻ്റെ പ്രിയ ഭക്തനായ ഉദ്ധവരോട് അരുളി: ഉദ്ധവരെ, ഋഷിമാർ എൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ്. ഭക്തന്മാരുടെ ശ്രേയസ്സിനായി സായീശ്വരൻ അരുളിയ പരമസത്യം കേൾക്കൂ. സുകൃതികളും പാപങ്ങൾ ഒടുങ്ങിയവരും ദുർവാസനകൾ ത്യജിച്ചവരും എന്നെ ആരാധിക്കുന്നു. അവർക്കേ എന്നെ തിരിച്ചറിയാനാകൂ. സായി സായി എന്ന് ജപിക്കുന്നവന് 7 കടലിനപ്പുറമായാലും ഞാൻ ചെന്ന് രക്ഷയേകും. എൻ്റെ ഈ വാക്കുകളിൽ ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും. നൽകിയതെല്ലാം ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും. എന്നെ ആരാധിക്കാൻ മന്ത്രതന്ത്രാദികളോ പൂജാ സാമഗ്രികളോ വേണ്ട. എവിടെ പൂർണ്ണ ഭക്തിയും വിശ്വാസവുമുണ്ടോ അവിടെ ഞാൻ നിലകൊള്ളും. ഭക്തന്മാരോടുള്ള അപാര കൃപയാൽ സായിനാഥൻ അരുളിയ ഈ വാക്കുകൾ നമുക്ക് വീണ്ടും വീണ്ടും സ്മരിക്കാം, ചിത്തത്തിൽ ഉറപ്പിക്കാം. ദയാസാഗരമായ രക്ഷകനായ സായീശ്വരൻ ഭക്തന്മാർക്കായി ശരണാഗതർക്കായി ചെയ്ത കർമ്മങ്ങൾ വിസ്മയാവഹം. സായിനാഥചരിതം ഭക്തിയോടെ കേൾക്കണം. ഈ ദിവ്യചരിതം ഗംഗയെപ്പോലെ പാപം ഹരിക്കും, പവിത്രമാക്കും, നമ്മെ മുക്തിയിലേക്ക് നയിക്കും. സായി ലീലകൾ അമൃത സമ്മാനം. ഈ ദിവ്യകഥകൾ ജന്മജന്മാന്തരങ്ങളെ ഇല്ലാതാക്കും. നമ്മൾ ശക്തരെന്ന് നാം സ്വയം കരുതുന്നു. സത്യത്തിൽ നാം കർമ്മങ്ങളുടെ കെട്ടുപാടിലല്ലേ. ആഗ്രഹിക്കാത്ത ദുരിതങ്ങൾ നമ്മെ തേടി വരുന്നു. രാപ്പകൽ സുഖത്തിനായി നമ്മൾ കഷ്ടപ്പെടുന്നു. കിട്ടുന്നതോ ക്ലേശങ്ങളും. നന്മ ചെയ്യാനും ധാർമ്മിക ജീവിതം നയിക്കാനും ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങൾ പാപകർമ്മങ്ങളിലേക്ക് ബലമായി വലിച്ചിഴയ്ക്കുകയാണ്. പിന്നെ നാം സ്വതന്ത്രർ എന്ന് എങ്ങനെ പറയും? ഭക്തൻ്റെ കർമ്മഫലങ്ങളെ സായീശ്വരൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നറിയണ്ടേ? ഈ സായി ലീല കേട്ടാലും. ഭീമാജി പട്ടേൽ, പൂന ജില്ലയിലുള്ള ജൂനാർ താലൂക്കിലെ നാരായൺഗാവിലെ ഒരു വലിയ ധനികൻ. സമ്പന്നനായ ഭീമാജി അതിഥി സത്കാരത്തിലും വളരെ തൽപരനായിരുന്നു. അത്യധികം സന്തുഷ്ടനായിരുന്നു അദ്ദേഹം. 1909 നിർഭാഗ്യം രോഗരൂപത്തിൽ ഭീമാജിയെ പീഡിപ്പിച്ചു തുടങ്ങി. മാറാത്ത നെഞ്ചുവേദനയായിരുന്നു. വിദഗ്ധ പരിശോധനയിൽ ക്ഷയമാണെന്ന് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ മനം ഇടറിപ്പോയി. ജ്യോതിഷികളും മന്ത്രവാദികളും പല മാർഗങ്ങളും ഉപദേശിച്ചു. അവയെല്ലാം ചെയ്തു. പക്ഷേ ഫലമുണ്ടായില്ല. ഓരോ ദിവസം കഴിയുന്തോറും പട്ടേൽ ക്ഷീണിതനായിക്കൊണ്ടിരുന്നു. തൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടതായി അദ്ദേഹം മനസ്സിലാക്കി. ഒടുവിൽ ഏവർക്കും ഏകാവലംബമായ ഈശ്വരനിൽ ഭീമാജിയും ചെന്നെത്തി. നാരായണ, രക്ഷിക്കണേ. ഭീമാജിയുടെ മനം വ്യാകുലതയോടെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കേൾക്കേണ്ടിടത്ത് കേട്ടു. അതുകൊണ്ടുതന്നെ ഭീമാജിക്ക് നാനാ ചന്ദോർക്കറിന് കത്തെഴുതാനും തോന്നി. കത്തെഴുതാൻ തോന്നിച്ചതും അതിനുള്ള വഴിയൊരുക്കിയതും സായിനാഥ് തന്നെ. ഭീമാജി എഴുതിയതിങ്ങനെ: സുഹൃത്തേ, മരുന്ന് കഴിച്ചു മടുത്തു. ഈ ലോകം എനിക്ക് ദുഃഖകരവും ഭീകരവുമായിക്കൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്രവും തപസ്വികളും എന്നെ കൈവിട്ടു. ഇനി എനിക്ക് പ്രതീക്ഷയില്ല. മരണം കാത്തിരിക്കുക മാത്രം. എനിക്കൊരാഗ്രഹമുണ്ട്. താങ്കളെ ഒന്ന് കാണണം. അതിന് അവസരമുണ്ടാകുമോ? വിനയപൂർവ്വം ഞാൻ അപേക്ഷിക്കുകയാണ്. സ്വീകരിക്കില്ലേ? സുഹൃത്തിൻ്റെ കത്ത് വായിച്ച് നാനായുടെ ഹൃദയം പിടഞ്ഞു പോയി. അദ്ദേഹം മറുപടി അന്നു തന്നെ എഴുതിയിട്ടു: ഒട്ടും ഭയക്കണ്ട. സായീശ്വരൻ്റെ തൃപ്പാദങ്ങളെ ആശ്രയിക്കൂ. അതിൽ മുറുകെ പിടിക്കൂ. അതുമാത്രമേ ശാന്തിയേകൂ. കാരണം അവിടുന്ന് മാത്രമാണ് നമ്മുടെ ശരിയായ മാതാപിതാക്കൾ. അമ്മയുടെ വാത്സല്യത്തോടെ സായീശ്വരൻ ആശ്രയിച്ചവനെ വാരിയെടുക്കും. സംശയിക്കേണ്ട. കുഷ്ഠം പോലെ ഭീകരമായ രോഗങ്ങൾ പോലും സായി ദർശന പ്രഭാവത്താൽ ഭേദമായിരിക്കുന്നു. തെല്ലും സംശയിക്കേണ്ട. സായി ചരണങ്ങളിൽ അഭയം നേടൂ. അവിടെ നാരെയും കൈവിടില്ല. സത്യം.
ആരെന്ത് ചോദിച്ചാലും സായീശ്വരൻ അത് നൽകുന്നു. അത് അവിടുത്തെ പ്രതിജ്ഞയാണ്. സായീശ്വരൻ ഒരിക്കലും വാഗ്ദാന ലംഘനം ചെയ്യില്ല. വേഗം ആ തൃപ്പാദങ്ങളിൽ അഭയം തേടൂ. ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെ. അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു വഴിയേ ഉള്ളൂ, സായീചരണം. അവിടെ ആശ്രയം തേടിയാൽ ആ നിമിഷം ആരും നിർഭയനാകും. അസഹനീയമായിരുന്നു ഭീമാജിയുടെ ക്ലേശം. മറുപടി കിട്ടിയ ഉടൻ അദ്ദേഹം ഷിർദിയിലേക്ക് യാത്രയായി. അവർ ഷിർദിയിലെത്തി. 4 ആളുകൾ കൂടി ഭീമാജിയെ എടുത്ത് മസ്ജിദിൻ്റെ സമീപം എത്തിച്ചു. കൂടെ നാനാ സാഹിബും മാധവറാവുവും ഉണ്ടായിരുന്നു. പട്ടേലിനെ കണ്ട ഉടൻ ബാബ ചോദിച്ചു, ശ്യാമ, ഇനിയും നീ എത്ര പേരെ എൻ്റെ മേൽ കെട്ടിവെക്കും? ഇത് ശരിയാണോ? സായി തൃപ്പാദങ്ങളിൽ ശിരസ് അർപ്പിച്ചുകൊണ്ട് ഭീമാജി വിറയ്ക്കും മനസ്സോടെ പറഞ്ഞു, പ്രഭു സായീശ്വര, കനിയണമേ. അനാഥനും അഗതിയുമായ എന്നിൽ കരുണ ചൊരിയണേ. കൃപാനിധേ, ഉപേക്ഷിക്കരുതേ. ഭീമാജിയുടെ ദുരിതം കണ്ട് പ്രാർത്ഥന കേട്ട് ബാബയുടെ മനമലിഞ്ഞു. കൃപയോടെ അദ്ദേഹം രോഗിയെ കടാക്ഷിച്ചു. താൻ രക്ഷപ്പെടുമെന്ന് ആ നിമിഷം ഭീമാജിക്കും ഉറപ്പായി. ധൈര്യമായിരിക്കൂ, നിനക്ക് സുഖമുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഭയവും ഉത്കണ്ഠയും ഉപേക്ഷിക്കൂ. ഷിർദിയിൽ പാദമൂന്നിയ നിമിഷം നിന്റെ ദുരിതങ്ങൾ ഒടുങ്ങിത്തുടങ്ങി. പ്രതിബന്ധങ്ങളിൽ നീ കഴുത്തറ്റം മുങ്ങിയിരിക്കാം, ദുരിതങ്ങളുടെ പടുകുഴിയിൽ വീണിരിക്കാം. എന്നാൽ ഈ മസ്ജിദിൻ്റെ പടികൾ കയറുന്നവൻ പരമാനന്ദം അനുഭവിക്കും, ഉറപ്പ്. ഇവിടുത്തെ ഫക്കീർ പരമദയാലു. നിന്റെ രോഗവും വേദനയും അവൻ ഉന്മൂലനം ചെയ്യും, നിന്നെ സൗഖ്യമാക്കും. ഭീമാബായിയുടെ ഗൃഹത്തിൽ താമസിക്കൂ. 1-2 ദിവസത്തിനകം നിനക്ക് ആശ്വാസം ലഭിക്കും. ഈ അമൃതവചനങ്ങൾ രോഗിയിൽ ഉണർത്തിയ ആശ്വാസം വിവരിക്കാവതല്ല. പുനർജന്മം കിട്ടിയതുപോലെയായി ഭീമാജിക്ക്. 5 മിനിറ്റിനിടയിൽ രക്തം ഛർദ്ദിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ 1 മണിക്കൂറിലേറെയായി ഒരു കുഴപ്പവുമില്ലാതിരിക്കുന്നു. രോഗശമനം മസ്ജിദിൻ്റെ പടികൾ കയറിയപ്പോഴേ തുടങ്ങി എന്നതുതന്നെ സത്യം. സായീശ്വരൻ രോഗിയെ പരിശോധിച്ചില്ല, രോഗകാരണം തിരക്കിയില്ല. പക്ഷേ ആ കടാക്ഷം ജന്മജന്മാന്തര ദുഃഖങ്ങളെ ഒടുക്കി. ഉണങ്ങിയ കമ്പ് തളിർക്കണോ? പൂക്കാലത്തിൻ്റെ മുമ്പേ ചെടി പുഷ്പിക്കണോ? സായിനാഥിൻ്റെ ദിവ്യദൃഷ്ടിയേറ്റാൽ മതി. എന്താണ് രോഗം? പൂർവ്വകർമ്മത്താലുണ്ടായ ഫലം. കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണമെന്നാണ് ശാസ്ത്രം. അതിന് മറ്റൊരു പ്രതിവിധിയുമില്ല. പക്ഷേ ഒരേ ഒരു വഴിയുണ്ട്, സുനിശ്ചിതമായ വഴി. നമ്മുടെ മഹാഭാഗ്യത്താൽ അവതാരപുരുഷൻ്റെ ദർശനം ലഭിക്കുക, അവിടുത്തെ കൃപ നേടുക. അപ്പോൾ ജന്മജന്മാന്തരങ്ങളിലെ ദുഷ്ഫലങ്ങൾ അവിടുന്ന് ദഹിപ്പിക്കും. അപ്പോൾ ആദിവ്യാധികളെ ക്ലേശരഹിതമായി നേരിടാനും അനുഭവിക്കാനും സാധിക്കും. ബാബ അരുളിയ പോലെ ഭീമാജി അനുസരിച്ചു. അന്നു രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അയാൾ ഒരു ചെറിയ കുട്ടി. പാഠം പഠിക്കാതെ ചെന്നതിന് അധ്യാപകൻ അടിച്ചു. ആ ദണ്ഡനം കടുപ്പമായിരുന്നു. 2-ാം ദിവസത്തെ സ്വപ്നം കുറച്ചുകൂടി കഠിനം. ആരോ ഭാരമേറിയൊരു കല്ല് തൻ്റെ നെഞ്ചത്ത് കയറ്റിവെച്ച് ഉരുട്ടുന്നു. ഭീകരമായ ആ സ്വപ്നാനുഭവം കൂടി കഴിഞ്ഞതോടെ ഭീമാജിയുടെ രോഗമകന്നു. ദുരിതങ്ങളെല്ലാം സ്വപ്നത്തിലൂടെ ബാബ ഒടുക്കി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി ഷിർദി വിട്ടു. പിന്നീട് സമയം കിട്ടുമ്പോഴൊക്കെ സായീശ്വരനെ ദർശിക്കാനും അനുഗ്രഹം നേടാനും ഭീമാജി ഷിർദിയിലെത്തും. മഹാരാഷ്ട്രയിൽ മിക്ക ഗൃഹങ്ങളിലും സത്യനാരായണ പൂജ പതിവുണ്ട്. സത്യനാരായണ പൂജയ്ക്ക് പകരം സത്യവ്രത പൂജ എന്ന സമ്പ്രദായം തുടങ്ങിയത് ഭീമാജിയായിരുന്നു. കർമ്മഫലത്തെ സായി പരിഹരിച്ച മറ്റൊരു ലീല കൂടി കേൾക്കൂ. ബാലഗണപത് ഷിംപി തികഞ്ഞ സായി ഭക്തൻ. അദ്ദേഹത്തിന് ഒരു തരം മലമ്പനി പിടിച്ചു. വിട്ടുമാറാത്ത പനി. ചെയ്യാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു, ഫലമുണ്ടായില്ല. ഒടുവിൽ മഹാവൈദ്യനായ സായിയെ തന്നെ ശരണം പ്രാപിച്ചു. ബാബ, എന്തു കൊടിയ പാപം ചെയ്തിട്ടാണ് എനിക്ക് ഈ രോഗം? എനിക്കിത് താങ്ങാനാവുന്നില്ല. എൻ്റെ രോഗമകറ്റണേ. ഭക്തൻ്റെ വേവലാതി കണ്ട് സായിയുടെ മനമലിഞ്ഞു. അവിടുന്ന് കൽപ്പിച്ചു, ചെല്ലു, ലക്ഷ്മിദേവിയുടെ ക്ഷേത്രത്തിനരികിൽ നിൽക്കുന്ന നായ്ക്ക് തൈര് കുഴച്ച് ചോറ് കൊടുക്കൂ. ഇതെന്ത് പരിഹാരം? എങ്ങനെ ഇത് ചെയ്യും? ചോറും തൈരും. പക്ഷേ കറുത്ത നായെ ക്ഷേത്ര സമീപം സംഘടിപ്പിക്കുന്നത് എങ്ങനെ? എന്തായാലും സായിനാഥൻ്റെ കൽപ്പന അനുസരിക്കുക തന്നെ. ബാല ഉറച്ചു. അതേവിധം പ്രവർത്തിച്ചു. അദ്ദേഹം ചോറുരുളയുമായി ക്ഷേത്ര സമീപം ചെന്നപ്പോൾ കറുത്ത നായ വാലാട്ടി അരികിലേക്ക് വരുന്നു. അദ്ദേഹം നായയെ ഓട്ടി. അതോടെ പനിയും അകന്നു. ഇതെങ്ങനെ മാനവബുദ്ധിക്ക് വിശദീകരിക്കാനാവും? ബാപ്പു സാഹിബ് ഭൂട്ടിയുടെ കഥ ഇതിലൊക്കെ അത്ഭുതകരം. അദ്ദേഹത്തിന് കടുത്ത അതിസാരം പിടിപെട്ടു. ഛർദ്ദിച്ചു വശം കെട്ടു. തളർന്ന അവശനായി. സായി ദർശനത്തിന് പോലും പോകാൻ കഴിയാത്ത വിധം അദ്ദേഹം കുഴഞ്ഞുപോയി. ബാബ വിവരമറിഞ്ഞു. അവിടുന്ന് ഭൂട്ടിയെ ആളയച്ചു വരുത്തി. ഭക്തനെ പ്രേമപൂർവ്വം കടാക്ഷിച്ച് അവിടുന്ന് ഗംഭീരഭാവത്തിൽ കൽപ്പിച്ചു, ഇനി വയറിളകില്ല.
ഛർദിയും നിൽക്കട്ടെ. ആ നിമിഷം അതങ്ങനെ തന്നെ സംഭവിച്ചു. ഭൂട്ടിക്ക് സുഖമായി. മറ്റൊരിക്കൽ ഭൂട്ടിക്ക് കോളറ പിടിപെട്ടു. അന്നും ഇതുപോലെ തന്നെ അവസ്ഥ ഗുരുതരമായി. രോഗിക്ക് കടുത്ത ദാഹം. ഡോക്ടർ പിള്ള പല വഴികളും നോക്കി. ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ അദ്ദേഹം ബാബയുടെ ഉപദേശം തേടി. ബാബ പറഞ്ഞു, നാരങ്ങ, അണ്ടിപ്പരിപ്പ്, ബദാം ഇവ പഞ്ചസാര ചേർത്ത് പാലിൽ കഴിക്കട്ടെ. അവൻ്റെ ദാഹം അകലും, രോഗം ശമിക്കും. ചികിത്സാവിധി കേട്ട് എല്ലാവരും അന്ധാളിച്ചു പോയി. കാരണം ഇതിലെ ഓരോന്നും രോഗം കൂടുതൽ വഷളാക്കുന്നതാണ്. പക്ഷേ സായീശ്വരൻ്റെ ആജ്ഞ അനുസരിക്കപ്പെട്ടു. ഭൂട്ടിയുടെ രോഗം ശമിക്കുകയും ചെയ്തു. ആളിനിയിൽ നിന്ന് ബാബാ ദർശനത്തിന് ഒരു സ്വാമി എത്തി. ചെവിവേദന കൊണ്ട് അദ്ദേഹം വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. ചികിത്സ പലതും ചെയ്തതാണ്. ഓപ്പറേഷനും നടത്തി. പക്ഷേ വേദനയ്ക്ക് കാര്യമായ ശമനമുണ്ടായില്ല. അങ്ങനെ കഴിയുമ്പോഴാണ് ബാബയെക്കുറിച്ച് കേട്ടതും ദർശനത്തിനായി എത്തിയതും. അദ്ദേഹം സായി ചരണങ്ങളിൽ നമിച്ചു. ബാബ ഉതി നൽകി, അനുഗ്രഹിച്ചു. അപ്പോൾ മാധവറാവു വിനയപൂർവ്വം ഭക്തിയോടെ അപേക്ഷിച്ചു, ബാബ, ഇദ്ദേഹത്തിൻ്റെ ചെവിവേദന അകറ്റണേ. അല്ലാഹു എല്ലാം ശരിയാക്കും. ബാബ അരുളി. അനുഗ്രഹ വചസ്സുകൾ കേട്ട് സ്വാമി സന്തോഷത്തോടെ മടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് സ്വാമിയുടെ കത്ത് വന്നു. വേദന മാറി. പക്ഷേ അപ്പോഴും നീർക്കെട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയ ചെയ്യാൻ നിശ്ചയിച്ചു. പക്ഷേ സമയമായപ്പോൾ നീർക്കെട്ടും ഇല്ലാതായി. അങ്ങനെ ശസ്ത്രക്രിയ ഒഴിവായി. ഇപ്പോൾ പരമസുഖം. സായീശ്വരൻ്റെ മഹിമയോർത്ത് എല്ലാവരും അത്ഭുതപ്പെട്ടു. സഭാമണ്ഡപത്തിൻ്റെ തറപാകുന്ന ജോലി ആരംഭിക്കുന്നതിന് ഏതാനും നാൾ മുമ്പുണ്ടായ ഒരു സംഭവം കേൾക്കൂ. ഭക്തനായ കാക്കാ മഹാജനിക്ക് വയറിളക്കം പിടിപെട്ടു. പലവട്ടമായപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായി. പക്ഷേ മരുന്നൊന്നും കഴിച്ചുമില്ല. ബാബയോട് പറഞ്ഞില്ല. കാരണം അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് ആ ഭക്തന് ഉറപ്പാണ്. ദുരിതങ്ങൾ അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ താൻ ചെയ്യുന്ന നിത്യപൂജയും ആരതിയും മുടങ്ങരുതെന്ന പ്രാർത്ഥനയുമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനായി മസ്ജിദിൽ തന്നെ ഒരു ചെമ്പുപാത്രം നിറയെ ജലം കരുതിയിരുന്നു. ബാബ ലണ്ടിയിൽ പോയി മടങ്ങി വന്നു. പതിവ് സ്ഥലത്ത് ഇരുന്നു. താഴെ തുറസായ സ്ഥലത്ത് തറ നിരപ്പാക്കുന്ന പണി നടക്കുകയായിരുന്നു. അപ്പോൾ ആ ശബ്ദം കേട്ട ഉടനെ ബാബ കോപത്തോടെ ചാടി എഴുന്നേറ്റു. കണ്ണുകൾ ചുവന്നു കലങ്ങി. ബാബയുടെ കോപം കണ്ട് എല്ലാവരും ചിതറി ഓടി. കാക്കാ മഹാജനിയും ഓടാൻ തുടങ്ങവേ ബാബ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. നീ എവിടെ പോകുന്നു? അവിടെ ഇരിക്കിൻ. ആരോ ഓടിയപ്പോൾ ഇട്ടിട്ട് പോയ കടലെടുത്ത് ബാബ അതിൻ്റെ തൊലി തിരുമ്മി ഊതിക്കളഞ്ഞു. പിന്നീട് കാക്കാ മഹാജനിക്ക് കഴിക്കാൻ കൊടുത്തുകൊണ്ടിരുന്നു. അതേസമയം മുറ്റത്ത് നിൽക്കുന്നവരെയും മറ്റും കണക്കില്ലാതെ ശകാരിച്ചുകൊണ്ടും ഇരിക്കുന്നു. അങ്ങനെ ഏറെ കടല കഴിപ്പിച്ചിട്ട് ബാബ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കാക്ക വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ബാബ കുറച്ചു വെള്ളം കുടിച്ചു. പിന്നെ കാക്കയെ കൊണ്ട് കുടിപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഇപ്പോൾ നിന്റെ വയറിളക്കം മാറി. അതോടെ കാക്കാ മഹാജനയുടെ ദുരിതവും അകന്നു. ഇനി ആലോചിക്കൂ, കടലയും വെള്ളവും വയറിളക്കം കൂട്ടുമോ കുറയ്ക്കുമോ? ബാബ കൊടുക്കുന്ന വസ്തുക്കളല്ല യഥാർത്ഥത്തിൽ മരുന്ന്. അവിടുത്തെ ദിവ്യവചനങ്ങളാണ്. ഷിർദിക്കാരൻ ദത്തോപാന്തിന് വയറ്റുവേദന തുടങ്ങിയിട്ട് വർഷം 14ആയി. മരുന്നുകൾ കൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ബാബയുടെ അത്ഭുത കഥകൾ കേട്ട് അദ്ദേഹവും മസ്ജിദിലെത്തി. ബാബയോട് തൻ്റെ ദുഃഖം വിശദീകരിച്ചു. ബാബ തൃക്കരൻ ദത്തോപാന്തിൻ്റെ ശിരസിൽ വെച്ചു. പിന്നെ ഉധി കൊടുത്തു. കുറച്ചു ദിവസം അവിടെ നിൽക്കാനും പറഞ്ഞു. അദ്ദേഹം അതെല്ലാം അനുസരിച്ചു. ക്രമേണ വയറ്റുവേദന പൂർണ്ണമായി മാറി. മാധവറാവു ദേശ്പാണ്ഡെ മൂലക്കുരു കൊണ്ട് ഏറെ ക്ലേശിച്ചിരുന്നു. ബാബ അദ്ദേഹത്തിന് സുന്നാമുഖി കഷായം നൽകി. അസുഖം മാറി. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞ് അസുഖം വീണ്ടും ഉണ്ടായി. ഇപ്രാവശ്യം അദ്ദേഹം സ്വയം അതേ കഷായം കഴിച്ചു. രോഗം വഷളായി. പിന്നീട് ബാബ തന്നെ അസുഖം മാറ്റിക്കൊടുത്തു. കാക്കാ മഹാജനയുടെ അനുജൻ ഗംഗാധർ പന്ത് വയറ്റുവേദനയാൽ പുളഞ്ഞിരുന്നു. മറ്റൊരു വഴിയുമില്ലാതായപ്പോൾ ഗംഗാധർ സായി ചരണങ്ങളിൽ അഭയം തേടി. ബാബ അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ സ്പർശിച്ചുകൊണ്ടരുളി, വിഷമിക്കേണ്ട, ഈശ്വരൻ മാറ്റിത്തരും. പിന്നീട് വയറ്റുവേദന ഉണ്ടായിട്ടേയില്ല. നാനാ സാഹിബ് ചന്ദ്രോർക്കർക്ക് ഒരിക്കൽ കഠിനമായ വയറ്റുവേദന ഉണ്ടായപ്പോൾ ബാബ ബർഫി എന്ന മധുരപലഹാരം നെയ്യ് ചേർത്ത് മരുന്നായി നൽകി. രോഗം മാറ്റുകയും ചെയ്തു. അവിടുത്തെ ദിവ്യവാണി, ദിവ്യസങ്കല്പം, അതാണ് രോഗമകറ്റുന്നത്. കഴിക്കാനായി ഭക്തന് കൊടുത്ത വസ്തുക്കൾ വെറുമൊരു ഉപാധി മാത്രം. 13-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ജയ് സായിറാം.